ഓക്ക്ലാൻഡിലെ ആംബൂരി റീജിയണൽ പാർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ആംബൂരി റീജിയണൽ പാർക്കിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ബാർബിക്യൂവിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അതിന് ശേഷം നമ്മൾ അതിലേക്ക് മുട്ടയുടെ അടിച്ചു വെച്ചിരിക്കുന്ന സവാള ഇട്ട് അടിച്ചു വെച്ച മുട്ട, നിങ്ങളിവിടെ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരു ദിവസം വരണം കേട്ടോ. ആംബൂരി റീജിയണൽ പാർക്ക് ഒരു 4-5 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒത്തിരി മൃഗങ്ങൾ, അതായത് പശുക്കൾ, ആടുകൾ, പന്നി, കോഴി, കുതിര, ഇങ്ങനെയുള്ള കുറേ മൃഗങ്ങളെ കാണാം. കുറേ കോഴികളുണ്ട്. കുറേ സ്ഥലങ്ങൾ നമുക്കിങ്ങനെ നടക്കാം. ന്യൂസിലാൻഡിൻ്റെ ഭംഗി, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്കിങ്ങനെ നടക്കാം. ഒരു സൈഡ് കുറേ കാടുകളുണ്ട്. അതുപോലെ ചെറിയ തോട്, തടാകമൊക്കെ കയറി കിടക്കുന്ന ചതുപ്പ് നിലങ്ങൾ കാണാം. കാരണം ഇപ്പോൾ എൻ്റെ പിറകെ കാണുന്നത് പശുക്കളാണ്, ഇവിടുത്തെ മുന്തിയനം പശുക്കളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കാഴ്ചകൾ നമുക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണത്. നമുക്കിവിടെ സൗജന്യമായിട്ട് ഈ പാർക്കിൻ്റെ അകത്തേക്ക് വരാം. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വരിക. ഇപ്പം നല്ല മഴയൊക്കെ പെയ്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല പച്ചപ്പാണ്, കുറേയും കൂടി പച്ചപ്പ് കൂടി. അപ്പോൾ വളരെ സുന്ദരമായി ഇതുപോലുള്ള കാഴ്ചകൾ കാണാനായിട്ട് ഫോറസ്റ്റ് ഡയറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താറാവാണോ എരണ്ടയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പാർക്കിൽ പോയപ്പോൾ എരണ്ടകളായിരുന്നു. താറാവാണെന്ന് തോന്നുമെങ്കിലും പറന്നു പോവും. അത് താറാവാ, അത് പറക്കണില്ല. ഇതൊരു കുതിരയുടെ വലിപ്പം നിങ്ങൾ കണ്ടോട്ടോ. എന്നാ വലിപ്പം നോക്കിയേ. രണ്ട് പന്നികൾ. കറക്റ്റ് വിളിയാണല്ലോ പച്ചാന്ന് വിളിച്ചേ. എന്നോട് വിളിച്ചേ, വിളിക്ക് അപ്പച്ചൻ, വിളിക്ക് നോക്കട്ടെ. എടേ അപ്പച്ച ഒച്ച ഉണ്ടാക്കിയതേട്ടെ, പോർക്കിന്റെ ഒച്ച ഉണ്ടാക്കിയതേട്ടെ. അപ്പച്ച ഒന്ന് ഒച്ച ഉണ്ടാക്കിയേ, ഉണ്ടാക്കിയേ. കറക്റ്റ് ആണല്ല. എന്നൊന്ന് വിളിക്കാ പച്ച, എണീപ്പിക്കുന്നേ. രണ്ടെണ്ണം ഇവിടെ കിടക്കണു. രണ്ട്, ഒരു കറുത്തതും വെളുത്തതും. ഇതെന്താ തെറ്റുകണ്ട മോഹം ഇങ്ങനെ ഇരിക്കണ നോക്കി. ആ അതുപോലെ എന്തൊരു മൂക്കത്തൊരു മോതിരം പോലെ സാധനം. ആ ഇതായിരുന്നു എന്റെ ഫ്രണ്ട്. തല കാണാൻ പോലും ഇല്ലല്ലോ, വണ്ണൊന്നുമില്ലേ. ഇതെന്ത് ഉറക്കാൻ നോക്കി പറഞ്ഞില്ലേ, ഇതിന്റെ മൂക്ക് നമ്മളെ അവിടുത്തെ മൂക്ക് പോലത്തെ അല്ലെന്ന്. എന്നാ സൈസ് നോക്കി. അവര് ആൾക്കാരിങ്ങനെ കണ്ട് അവർക്ക് ഒരു പേടിയില്ല. നല്ല ഉറക്കം, പേടിയില്ല. അത് തന്നെ കാരണം ഉണ്ടോ. ചെറിയ ചെറിയ കോഴിക്കൂടുകൾ അടിച്ചിട്ട് കൊടുത്തിരിക്കുക കേട്ടോ. ചെറിയ ഷീറ്റൊക്കെ വെച്ചിട്ട് അവർ അതിൻ്റെ ഉള്ളിൽ കുറച്ച് വക്യോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2-3 തട്ടാക്കിയിട്ട് വക്യോലൊക്കെ ഇട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ കോഴികൾക്ക് അതിൽ മഴ പെയ്താലൊക്കെ കയറി അതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുകയാണ്. ഇതൊരു വലിയ കൂടാണ്, വലിയ കൂട് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്ത് കോഴികളുണ്ട്. അതിനിതേ പുറത്തേക്ക് കിടക്കാനായിട്ട് ഓരോ ഡോറും വെച്ച് കൊടുത്തിട്ടുണ്ട്. കോഴിക്കൂടുകൾ, നല്ല കോഴികൾ, കുറേ വലിയ കോഴികളുണ്ട്. ഒത്തിരി പെടക്കോഴികൾ കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറയെ പെടക്കോഴികളാണ്. ഇതൊക്കെ നാടൻ പെടക്കോഴി. അതിൽ ഈ ഒരു കോഴീനെ നോക്കിയേ, വെള്ള. അപ്പച്ച ഈ കോഴീനെ നോക്കിയേ. അമ്മച്ചി ഈ കോഴീനെ കണ്ടോ? ഒരു വെള്ള കോഴി. കോഴി എന്ത് ഭംഗിയാ നോക്കിയാ കോഴീനെ കാണാൻ.
ഈ സാധനം ഇത് വാത്തയാണോ? ടർക്കി. ഈ ഒരു ചെറിയ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിറയെ കോഴികളാട്ടോ. പെടക്കോഴി, ടർക്കി കോഴികൾ കണ്ടോ. ഇതിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടുകൾ കണ്ടോ. ഇങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ നിറയെ കോഴികൾ കയറിയിരിക്കുക. അവർക്ക് നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കോഴികളുടെ സെക്ഷൻ കഴിഞ്ഞാൽ കോഴികൾ ഇഷ്ടം മാതിരിയാട്ടോ. സെക്ഷൻ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഇതിങ്ങളെ ഒന്നിനെയും കൂട്ടിലിട്ടല്ല വളർത്തുന്നത്, ഒക്കെ തുറന്നു വിട്ട് വളർത്തുന്നതുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ കോഴികൾ കൊത്തിപ്പറക്കി നടക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വരുമ്പോൾ 2 ആട്ടുമുട്ടന്മാർ ഒരു ടയറുമ്മ കയറി നിൽക്കുന്നത് കാണാം. ദ ഗോഡ്സ് നെയിംസ് ആർ റൊണാൾഡോ ആൻഡ് മെസ്സി ബിക്കോസ് ദേ ആർ ദ ഗോഡ്സ്. പ്ലീസ് സേ ഹായ് ടു ദീസ് സെലിബ്രിറ്റീസ്. വെയിറ്റ് ഫോർ ഇറ്റ്. ഈ ആടുകളുടെ പേര് റൊണാൾഡോ എന്നും മെസ്സി എന്നാണെന്ന് കേട്ടോ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഹായ് ഹായ് റൊണാൾഡോ, മെസ്സി. വേണ്ട, അതിന് കയറാൻ ഒരു പാലോട്ടാക്കി വെച്ചിക്കണോക്കി. അതിൽ കയറി വന്നിരിക്കുന്നത് റൊണാൾഡോ മെസ്സി ആടുകളാട്ടോ ഇരിക്കുന്നത്. റൊണാൾഡോ മെസ്സി ഇരിക്കുകയാണ് വെയിൽ കായ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇനി അടുത്ത സെക്ഷനിലോട്ട് വരുമ്പോൾ ചെമ്മരിയാടുകളാണ്. ഹലോ, ഹായ് ഹായ്. ഓടി വന്നിട്ടാ നമ്മുടെ അടുത്തേക്ക്. നനഞ്ഞിരിക്കുക. മറ്റേ കാർപ്പറ്റ് നനഞ്ഞ പോലെ അല്ലേ? കാർപ്പറ്റ് നനഞ്ഞ പോലെ ഇരിക്കണ്. പിന്നെ അത് നമ്മൾ ഖത്തറിൽ പോയപ്പോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ യൂട്യൂബില് കണ്ടതാണ്. വലിച്ചിറക്കി ഒരാള്. ഇല്ല, ഖത്തറിൽ നമ്മളന്ന് ഒരിക്കൽ അവിടെ പോയി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വെട്ടിയിട്ട് ഇപ്പോൾ 1 മാസമായി ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അതാണ് ഇത് കൂടുതലുണ്ടാവുമല്ലോ, ഒത്തിരി രോമം വരുമല്ലോ. അതുമേ ആ മുഖം മറയുന്ന രീതിയിൽ രോമം വരും, വളരും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവർ മുറിക്കുക. കാരണം എന്നാലല്ലേ ഒത്തിരി നീളം കിട്ടുള്ളൂ. അതിനൊരു പേടിയുമില്ല കേട്ടോ. ഭയങ്കര ഇണക്കമുള്ളതിനല്ലേ. എന്തൊരു സുന്ദരാന്ന് നോക്കിയല്ലേ. ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു റീജിയണൽ പാർക്കാട്ടോ അത്. ഒത്തിരി കിളികളും കോഴികളും കാട്ടുകോഴിയും മയിലും കുതിര, പന്നികൾ, ആട്, പശുക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ശാന്തസുന്ദരമായ ന്യൂസിലാൻഡിലെ ഓക്ക്ലാൻഡിലുള്ള ഒരു റീജിയണൽ പാർക്കാണത്. കണ്ടോ, അതിൻ്റെ അടുത്ത് കാണുന്ന ഒരു ചതുപ്പാണ്. ഒരു തടാകത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് നല്ല വ്യക്തമായിട്ട് കാണാം. ആ ഒരു ചതുപ്പ് നിലമാണ്, ചെളിയാണത്. നമ്മൾ നേരത്തെ അവിടെ കണ്ടതിനേക്കാൾ കൂടുതൽ ആടുകൾ മെയ്യുന്ന വലിയൊരു ഗ്രൗണ്ടാട്ടോ ഈ കാണുന്നത്. കണ്ടോ, അത് നോക്കി, ചെമ്മരിയാടുകൾ ഇങ്ങനെ പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ തൊട്ടടുത്ത് നല്ല കൂറ്റൻ പശുക്കളെയും കാണാം നമുക്ക് കേട്ടോ. നോക്കി, കറക്കണ പശുക്കളെല്ലാം തോന്നുന്നു അല്ലേ. വലിപ്പോ ഒത്തിരി അടുത്ത് പോണ്ട. അപ്പൊ ഇങ്ങനെ 4 ഇതില്ലേ, പിന്നെ ഇതേ വലുപ്പത്തിൽ 4 എല്ലായിടത്തും വാങ്ങും. 10 കൂടി വാങ്ങും. അപ്പൊ 10-15 ആവുമ്പോ അവർക്കൊരു ചെറിയ ഫാം നടത്തല്ല. 4 ചിലപ്പോൾ നടത്താൻ പറ്റില്ല. ഇവിടെ നമുക്ക് മീൻ പിടിക്കാനായിട്ട് പറ്റും കേട്ടോ, അലൗഡാണ്. അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫിഷറീസ് ന്യൂസിലാൻഡിൻ്റെ കുറച്ച് റൂൾസ് എഴുതി വെച്ചിട്ടുണ്ട്, ഏത് വലിപ്പത്തിലുള്ള മീനുകളെ നമുക്ക് പിടിക്കാമെന്ന്. പാർക്കിൽ ഇങ്ങനെ ഒത്തിരി കാട് പിടിപ്പിച്ചിട്ടുണ്ട് ഇവർ കേട്ടോ. കാടുകൾ വളർത്തി വലുതാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താ കാണുന്നത് ചെറിയ ചതുപ്പ് നിലങ്ങളാണ്. ചതുപ്പ് വെള്ളം കയറി കിടക്കുന്നതാണ്. ഇവിടെയൊക്കെ മീനും ഉണ്ട് കേട്ടോ, നമുക്ക് മീനെ പിടിക്കാം. ഇവിടെ അലൗഡാണ് കേട്ടോ. ഒക്കെ മരങ്ങളുടെ
ആ കടഭാഗം ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ. നോക്കി ചെറിയൊരു കാട് പോലെ, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടന്നു വരാനും പറ്റും. അതുപോലെ ഈ കല്ലുകളിലുണ്ടല്ലോ അതൊക്കെ ഈ മഞ്ഞ കളറ് നല്ല രസമാണ് കേട്ടോ. ഇതൊരു പായലാണത്, മഞ്ഞ പായൽ. അതിങ്ങനെ കല്ലുകളുമ്മ പിടിച്ച് നിൽക്കുന്ന കാണാനായിട്ട് നല്ല രസമാണ്. ഇങ്ങനെ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ. അതോ കല്ലുകളുമ്മ ഇങ്ങനെ പായൽ പിടിച്ചിരിക്കുന്ന കാണാൻ, അകലേന്ന് കാണാനും ഫോട്ടോ എടുക്കാനും വാൾപേപ്പറൊക്കെ ആക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള കല്ലുകളാണ്. മുയൽ, 2 വലിയ വെളുത്ത മുയലുകൾ. ഗ്യാസിൻ്റെ ചെറിയ സ്റ്റൗ ഉണ്ടെന്ന്. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഫുഡ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഇവിടെ ഉണ്ടാക്കി കഴിച്ച് ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമുക്ക് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകാവുന്ന ഒരു സെറ്റപ്പാണ് ഈ ആംബൂരി റീജിയണൽ പാർക്കിൽ അവർ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ഇട്ടിട്ട് ഇളക്കണം, അല്ലാണ്ട് വെറുതെ ഇട്ടിട്ടുണ്ടാവില്ല. ഉപ്പിട്ടിട്ട് വെയിറ്റ് പൊക്കിയമ്മേ, അമ്മച്ചതേ അമ്മച്ചി പിടിച്ച്. ചപ്പാത്തി ആൻഡ് ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കട്ടൻ കാപ്പി, നല്ല ചുക്ക് കാപ്പി കൂട്ടി കഴിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്ന് കൊണ്ടുവന്ന ചെറിയ ഗ്യാസ് അടുപ്പിൽ പുറത്ത് തന്നെ ഈ ആംബൂരി പാർക്കിൽ നമ്മൾ ഉണ്ടാക്കിയതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് തിരിച്ചു പോകാവുന്ന ഒരു റീജിയണൽ പാർക്കാണ് ഓക്ലാൻഡിലുള്ള ആംബൂരി റീജിയണൽ പാർക്ക്.